കൊല്ലം നഗരത്തിലെത്തുന്നവർക്ക് ആശങ്കയോടെ പൊതു ശൗചാലയത്തിലേക്ക് പ്രവേശിക്കേണ്ട അവസ്ഥയുണ്ടോ? വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മുൻപ് പഴികേട്ട ഇത്തരം സംവിധാനങ്ങൾ ഇന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആ വാസ്തവം കൂടി നമുക്ക് അറിയണ്ടേ? ഇനി നമ്മൾ കൊല്ലം ജില്ലയിലേക്ക്. കൊല്ലം നഗരത്തിലെത്തുന്നവർക്ക് പൊതു ശൗചാലയങ്ങൾ ശങ്കയില്ലാതെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് മനസ്സിലുള്ളത്. നഗരത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കാണ് യാത്ര. ഇപ്പം ക്ലീൻ ആയിട്ട് കിടക്കുക. ഇപ്പം ഞാൻ നോക്കിയ സ്ഥലത്തെല്ലാം ലേഡീസിന്റെ ഭാഗമെല്ലാം ക്ലീൻ ആണ്, നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ അത് അതിന്റെ വേസ്റ്റ് വെള്ളമൊക്കെ എങ്ങോട്ടാന്ന് എനിക്ക് അറിയത്തില്ല. മുൻപത്തെ അത്ര വൃത്തിഹീനമായി കിടക്കുകയല്ല, എന്നാൽ വലിയ മെച്ചമാണെന്ന് പറയാനും കഴിയില്ല. പുറത്തു നിൽക്കുമ്പോൾ നല്ല ദുർഗന്ധമുണ്ട്. എന്തായാലും ഇത്തരം കംഫർട്ട് സ്റ്റേഷനുകൾ മദ്യപാനികൾ സുരക്ഷിതമായി മദ്യപിക്കാനുള്ള സ്ഥലമായി മാറ്റുന്നുമുണ്ട്. പിന്നിൽ കാണുന്നത് കടപ്പാക്കടയിലെ കംഫർട്ട് സ്റ്റേഷനാണ്. വൃത്തിക്കുറവുണ്ട് എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. അപ്പോൾ എന്തായാലും വൃത്തിയുണ്ട്. പുരുഷന്മാരുടെ ശൗചാലയങ്ങളിൽ മാത്രം ഉപയോഗിച്ച ലഹരി വസ്തുക്കളുടെ പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും കിടക്കുന്നത് മാത്രമാണ് ഇപ്പോൾ പ്രതിസന്ധിയാകുന്നത്. വൃത്തിയെന്ന് വെച്ചിരുന്നാൽ അവർ എല്ലാ ദിവസവും തേച്ച് കഴുകി നല്ല വൃത്തിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. മദ്യപാനവും കുപ്പിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് അങ്ങനെ യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നില്ല. അതിനകത്ത് കയറിയിട്ട് അവർ ഓൾറെഡി എപ്പോഴും നല്ല നീറ്റായിട്ടൊക്കെ തന്നെ ഇട്ടിരിക്കുന്നു. പലയിടത്തും അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. എങ്കിലും പ്രധാന പ്രശ്നം ശുചിമുറി ഉപയോഗിക്കുന്നവരുടെ മനോഭാവത്തിലാണ്. ലഹരി ഉപയോഗവും അലംഭാവവും മാറ്റിവെച്ചിരുന്നെങ്കിൽ ഈ കാഴ്ചകളിൽ പലതും ഒഴിവാക്കാമായിരുന്നു. നമുക്ക് കോർപ്പറേഷൻ പരിധി തന്നെ ഒരു 38 പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ട്. ഇതെല്ലാം GPS കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാം മോണിറ്ററിങ് നോക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ടോയ്ലറ്റുകളൊക്കെ ബയോ ടോയ്ലറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടേതായ ഒരു രീതിയിൽ നമ്മുടെ ആ കൺസെപ്റ്റിനനുസരിച്ച് നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു. പബ്ലിക്കിൻ്റെയും കൂടി സഹായത്തോടു കൂടി നമുക്ക് കംഫർട്ട് സ്റ്റേഷനുകളിലൊക്കെ റൺ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. കൊല്ലം ബസ് ബേ ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ പൊതു ശൗചാലയങ്ങൾ വേണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെടേണ്ടതാണ്. പൊതു ശുചിമുറികളിലെ ശുചിത്വം ഉറപ്പാക്കേണ്ടത് ഉത്തരവാദിത്തമാണെന്ന് കരുതുന്ന ജീവനക്കാരുമുണ്ട്. ആഹാരവും ഒക്കെ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഉറങ്ങുന്നതും ഉള്ളിൽ തന്നെയാണ്. ഇതിനുള്ളിൽ കിടക്കാനുള്ള റൂമുണ്ട്, അതിനുള്ളിൽ തന്നെ എല്ലാ സംവിധാനവും. അത് കാരണം നമ്മളെപ്പോഴും വൃത്തിയാക്കി നമ്മുടെ സേഫ്റ്റിയും പൊതുജനങ്ങളുടെ സേഫ്റ്റിയും നമ്മുടെ സേഫ്റ്റിയൊക്കെ നോക്കി എപ്പോഴും നമ്മൾ ക്ലീനാക്കിയായിരിക്കുന്നത്. ആഹാരം ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കുക. സൂപ്പർവൈസേഴ്സ് ഉണ്ട്, പിന്നെ ഈ ഏരിയയിലെ ഇൻചാർജ് ഉണ്ട്. 2 മണിക്കൂർ 3 മണിക്കൂർ കുടുംബം വരും. ഉള്ളതൊക്കെ ഒരുവിധം നന്നായി മുന്നോട്ട് പോകുന്നെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കൊല്ലത്തെത്തിയാൽ ആശങ്കയില്ലാതെ ശങ്ക ഒഴിവാക്കാം. വേണ്ടത് ഒരു ജാഗ്രത കൂടിയാണ്. അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.